സോ ഹലോ ഗൈസ്, നമ്മൾ അമ്യൂസ്മെന്റ് പാർക്കിൽ പോകാൻ പോകുന്നു. എനിക്ക് വെയിലടിച്ചിട്ട് തലവേദന എടുക്കുന്നുണ്ട്. നിനക്ക് എത്ര വയസ്സാടാ? ഞാൻ സ്റ്റിൽ 18. ഓടെ എടാ, വെയിലടിച്ചിട്ടാടാ നീ ആ തണുപ്പത്ത് നീ ചൂടത്തേക്ക് ഇറങ്ങും. നിനക്കൊന്നും തോന്നണല്ലേ? ഞാൻ മനുഷ്യന്മാരുടെ കാര്യം പറഞ്ഞേ. സോ നമ്മളൊരു അമ്യൂസ്മെന്റ് പാർക്ക് തപ്പിപ്പോവാണ്. നമ്മൾ ടിബിളിസിയുടെ അറ്റത്ത് എത്തി. എടാ, ഇനി ഉണ്ടോ അങ്ങോട്ട്? ഞാൻ മണ്ടത്തരം പറഞ്ഞു ഞാൻ എന്നെ തൂക്കും. ആണോ? അല്ല, ഏകദേശം അറ്റത്താണ് നമ്മൾ നിൽക്കുന്നത്. നമ്മൾ അമ്യൂസ്മെന്റ് പാർക്കിൽ പോവാണ്. അവിടെ ചെല്ലുമ്പോൾ അറിയാം എന്താവും, അമ്യൂസ്മെന്റ് പാർക്കാണോ അല്ലയോ എന്ന്. അതോ 2 ചെയറും 2 ഊഞ്ഞാലും വെച്ചിട്ട് പാർക്കിന്റെ പേര് അമ്യൂസ്മെന്റ് പാർക്ക് എന്നാണോ എന്നും അറിയാം. ചുമ്മാ മാപ്പ് നോക്കി പോയതാ. സോ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. ടാറ്റ. അതെ, ഇത് നമ്മുടെ ഈ നാട്ടിലെ ജംബോ സർക്കസ്. ഇത് പക്ക ജംബോ സർക്കസ്. സത്യം എടേ, നമ്മുടെ നാട്ടിലെ ജംബോ സർക്കസിലാണോ അമ്യൂസ്മെന്റ് പാർക്ക്? ഇതാണോ? ഇത് തന്നെ എൻട്രൻസ് കണ്ടുപിടിച്ചു. എടാ, ഇവിടുത്തെ എല്ലാത്തിന്റെ എൻട്രൻസ് എന്താ ജയിൽ പോലെ ഇരിക്കണേ. ഇത് ഫ്രീ ആണോ? എടാ, ഇതൊന്നും വർക്കാവൂലടാ. ഇതൊന്നും വർക്കാവത്തില്ല. നമ്മള് പാർക്കിന്റെ ഉള്ളിലെത്തി. ആകെ സഹിക്കാൻ പറ്റാത്ത പേര് മാത്രമേ. എടാ, ഇവിടെ എന്തെങ്കിലും വർക്ക് ചെയ്യുവോ? അല്ലെങ്കിൽ അവിടെ ഫോട്ടോ എടുക്കാം. ഇവിടെ ഒന്നും വർക്ക് ചെയ്യത്തില്ല. അതാണ് ഇവിടുത്തെ പ്രത്യേകത. നഷ്ടമായി പോയിട്ടോ ഇവിടെ വന്നത്. ഇവിടെ വന്നിട്ട് ആകെ ഉണ്ടായിരുന്ന ഗുണം എന്നാണെന്നറിയോ? ഒരു താരം പോലും ഇല്ലാത്ത എൻ്റെ മുടിയിൽ താരം വന്നു. ഇതാണ് ഇവിടെ വന്ന എനിക്ക് വന്ന ഏറ്റവും വലിയ മാറ്റം. എൻ്റെ മുടിയിൽ താരം വന്നു. ഇവിടുത്തെ വെള്ളം കാരണം എൻ്റെ മുടിയിൽ താരം വന്നു. എന്താ മിസ്റ്റർ വർക്കെന്ന് പറഞ്ഞു? കാർ ഓടിച്ചളിക്കാന്നോ? ഇവിടെ ഒരു മണ്ണാങ്കട്ടയില്ല. പോടാ അവിടെ. ഇതാണ് കാർ ഓടിച്ചളിക്കണം നിന്റെ സാധനം. ഇവിടെ ഒന്നും ഇല്ല. ഇവിടെ ഭയങ്കര വെട്ടോടാ. ആ പ്രശ്നം മാത്രമേ ഉള്ളൂ ഇവിടെ. ഇതിൻ്റെ സ്ഥലം പറയുകയാണെങ്കിൽ നമ്മുടെ 2 മെട്രോ മെഡിക്കലിൽ നിന്ന് കയറി, ടെക്നിക്കലിൽ നിന്ന് കയറി വന്നു. അവിടുന്ന് നേരെ ഇങ്ങോട്ട് വന്നു. ഏറ്റവും അറ്റത്ത് 2 മെട്രോയുടെ ഏറ്റവും അറ്റത്ത്. മുകളിലേക്ക് വിട്ടുവന്നാലോ? അമ്മാര് കൊടുത്തു. നമുക്ക് മുകളിൽ പോയിട്ട് വരാം. അവിടെ ക്ലോസ്ഡാ. എങ്ങോട്ട് പോവാ? അവിടെ ക്ലോസ്ഡാ. എന്തെങ്കിലും കിട്ടുമോ നോക്കട്ടെ, എന്നിട്ട് ഞാൻ പറയാം. അല്ലെങ്കിൽ ഞങ്ങൾ വേറെ സംഭവം പറഞ്ഞുതരാം. ഗൈസ്, ഞാൻ ഇനി തുണി ഇടാത്തൊരു സത്യം പറയട്ടെ. ഈ പാർക്ക് ഓപ്പൺ അല്ല. നഗ്നമായ സത്യം. നീ കണ്ടല്ല? കേട്ടല്ല? ഞാൻ നോക്കിയപ്പോ ഓപ്പൺ ആയത് അത്യാവശ്യം അടിപൊളിയായിരുന്നു കേട്ടോ. അത്യാവശ്യം അടിപൊളി. ഞാൻ ഇപ്പൊ കാണിച്ചു തരാവേ. വർക്ക് ആവാത്ത ഒരു സാധനം. പിന്നെ വേസ്റ്റ് കൂട്ടിയിടണ ഒരു സ്കൈ സ്കേപ്പർ. എന്തെങ്കിലും ആവട്ടെ, ഞാൻ അതിന് പല പേരും പറയും. ഇത് തുറന്നിട്ടില്ല. വണ്ടർലൈഡ് ഗൺഷോട്ട് എന്നവര് എന്തോ ഒരു സാധനമായിരുന്നു. ഇനി നിങ്ങൾ ഓപ്പൺ എന്ന് പറഞ്ഞ് കണ്ടാലും ഇത് ഓപ്പൺ അല്ല. തുറന്നിട്ടുണ്ട്, അത് ഓപ്പണാണ്, പക്ഷെ കയറാൻ പറ്റത്തില്ല. സോ അത്രേ ഉള്ളൂ. ഇനി ഇവിടെ വേറെ എന്തെങ്കിലും ഉണ്ടോ? വേറെ എന്തെങ്കിലും സ്ഥലമുണ്ടോ? ഇനി അവൻ പറയാൻ പേടി. ഇപ്പൊ കുറെ നടന്നു. അടുത്ത് ഒരെണ്ണമുണ്ട്. എന്ത് പാർക്കോ? ഞാൻ മറ്റേ സ്റ്റേറ്റ്മെന്റ് ഒക്കെ എടുത്ത് TRC എടുക്കുള്ള സ്റ്റേറ്റ്മെന്റ് ഒക്കെ എടുത്ത് പോന്ന. കഴിഞ്ഞിട്ട് വരാം. ടാറ്റ. നിനക്ക് ബ്ലൂം അടിക്കണോടാ? അടിക്ക്. അങ്ങനെ പട്ടി ചന്തയ്ക്ക് വരെ തിരിച്ചു വന്നു അല്ലേ? ഇവൻ ആരെ കൊണ്ടുപോയേ? അല്ല, ചുമ്മാ പറയുന്നത് കേട്ടോ. നമ്മള് ഒരു ഓഫർ കണ്ടിട്ട് പോയതാ. അപ്പൊ അവിടെ ചെന്ന് അത് വല്ലാത്തൊരു ഓഫറായി പോയി. 5 ഷൂ കിട്ടും എന്ന് പറഞ്ഞ് കൊണ്ടുപോയി. പക്ഷെ അത് പിള്ളേരുടെ ഷൂ ആയിരുന്നു.
5 ചെല്ലിൽ ഷൂ കിട്ടുമെന്ന് പറഞ്ഞ് പക്ഷെ പിള്ളേരുടെ ഷൂ ആയിരുന്നു, ഞങ്ങളത് വാങ്ങിച്ചില്ല. പിന്നെ അവിടുന്ന് എന്താ അമ്യൂസ്മെൻറ്റ് പാർക്ക് കാണിക്കാന്ന് പറഞ്ഞാൽ കൊണ്ടുപോയി. പക്ഷെ അത് അമ്യൂസ്മെൻറ്റ് പാർക്ക് ആയിരുന്നില്ല, വേറെ എന്തോ പാർക്കായിരുന്നു. അതും പാളിപ്പോയി. പിന്നെ അവിടുന്ന് മെട്രോയിൽ വരാമെന്ന് വിചാരിച്ചു, അത് വേണ്ട, ഒറ്റ ഇതിൽ ബസ്സിന് വരാമെന്ന് പറഞ്ഞ് ബസ് കയറി. വെറും ഒരു അരമണിക്കൂർ കൊണ്ട് എത്ര സാധനം ഞങ്ങൾ 1.5 മണിക്കൂർ വലിപ്പിച്ചു. അത് ഞാനല്ല, എല്ലാവരും കൂടെ എടുത്ത തീരുമാനം. എല്ലാവരും കൂടെ എടുത്തത് അവരാണ് മെയിൻ. ബസ് കയറി. ഇനി ജന്മത്തെ ബസ് കയറില്ല, എൻ്റെ പൊന്നു. നിങ്ങൾ ദൂരം പോകാൻ പ്ലാൻ ഉണ്ടെങ്കിൽ മാക്സിമം മെട്രോ കയറാം. 200 ഊപ്പാടുള്ളതും മെട്രോ എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് പോകും, പക്ഷേ ഇത് ഒരുപാട് കറങ്ങും. നമ്മുടെ നാട്ടിലെ പോലെ സെയിം സാധനം ഒരുപാട് കറങ്ങും. അപ്പോൾ ഇനി ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ റൂമിൽ ചെല്ലും, ഇവൻ്റെ ഒരു ലാപ്പ് എടുക്കും, എന്നിട്ട് ഏറെ ഞങ്ങളുടെ റൂമിൽ പോകും. ഞങ്ങളുടെ റൂമിൽ പോയിട്ട് അവിടെ കിടക്കാമെന്ന് വിചാരിച്ചു. എന്താ എടാ, കഴിഞ്ഞ ദിവസം നമ്മൾ നടന്നുകൊണ്ടിരുന്നപ്പോഴല്ലേ ഇതുപോലത്തെ ഒരു കയറ്റമായിരുന്നു. ആ നിനക്ക് എന്തിനു പറയണ്ടോ? അങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒരു പുള്ളി, ഞാൻ പാനിക്കായി പോയി, ഞാൻ അവിടെ തന്നെ നിന്നു. പുള്ളി എന്നെ ചീത്ത വിളിച്ചിട്ട് പുള്ളി അങ്ങ് പോയി. സോ നമുക്ക് റൂമിൽ ചെന്നിട്ടാണ്. ബൈ. ഞെക്കി പിടിക്കേ. എടാ അവിടെ കളിച്ച് പിന്നെ ശരിക്കും നെഗറ്റീവ് എനർജി ആവട്ടെ, നിക്കാൻ കഴിയില്ല. മതിയോ? നീ എന്താ കറണ്ടി? നെക്കല്ല, അങ്ങനെ ഞെക്കി പിടിച്ചോണ്ടിരിക്കും. ഞാൻ കളിച്ചിട്ടില്ല എന്റെ പൊന്നു പ്രായങ്ങളെ, എനിക്കറിയാം. ഈ സമയത്ത് ആ സ്പിരിറ്റിനെ വിളിക്കണ്ടേ? ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം. വിളി